ശ്രീമന്നാരായണീയത്തിലെ 58-ാം ദശകമാണ് ഇനി വായിക്കാൻ പോകുന്നത്. 58-ാം ദശകത്തിലെ പ്രതിപാദ്യ വിഷയം കാട്ടുതീയിൽ നിന്നും ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ്. ഒന്നാമത്തെ ശ്ലോകം. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥന സവിളംബേ ധേനവ സ്വൈരചാര തൃണകുതുകനിവിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഖ്യമീഷാം ബഭൂവു. അർത്ഥം: ത്വയി അവിടുന്ന് ബാലജാലൈഹി ഇടയക്കുട്ടികളോടുകൂടി വിഹരണലോലെ കളിയിൽ മുഴുകിയപ്പോൾ പ്രലംബപ്രമഥന സവിളംബേ പ്രലംബാസുരനെ കൊല്ലുന്നതിനു വേണ്ടി കുറേ സമയം താമസിച്ചപ്പോൾ ധേനവഹ പശുക്കൾ സ്വൈരചാരാഹ നാഥനില്ലാതെ യഥേഷ്ടം സഞ്ചരിച്ച് തൃണകുതുക നിവിഷ്ടാഹ പുല്ലുമേഞ്ഞുകൊണ്ട് ദൂരദൂരം ചരന്ത്യ വളരെ ദൂരം പോയി ഐഷീകാഖ്യം കിമപി ഐഷീകം എന്നു പേരായ ഒരു വിപിനം കാട്ടിലെത്തി ചേർന്നു. ഈഷാം ബഭൂവുഹു. രണ്ടാമത്തെ ശ്ലോകം. അനധിഗത നിതാഖ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാദാ കാനനം ധേനവസ്താ തവ വിരഹ വിഷണ്ണാ ഊഷ്മളഗ്രീഷ്മതാപപ്രസര വിസരദംഭസ്യാകുലാ സ്തംഭമാപു. അർത്ഥം: അനധിഗത നിദാഘ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിഃ വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ചൂട് തട്ടാത്ത വൃന്ദാവനത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ഇതം കാനനം ഈ ഐഷീകവനത്തിൽ ഉപയാതാഹ താഹ ധേനവഹ എത്തിച്ചേർന്ന ആ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹ നിന്തിരുവടിയെ വേർപിരിഞ്ഞ് വിഷാദം പൂണ്ട് ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാഹ ആവിയെടുക്കുന്ന വേനൽ ചൂട് തട്ടി കൂടിക്കൂടി വരുന്ന ദാഹം കൊണ്ട് സ്തംഭം ആപുഹു തളർന്നുപോയി. മൂന്നാമത്തെ ശ്ലോകം. തദനു സഹസഹായേർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത്വയി ഗതവതിഃ സർവതോഗ്നിർജൃംഭേ. അർത്ഥം: ഹേ ശൗരേ, അല്ലയോ ഭഗവാനെ, തദനു പിന്നീട്, സഹായൈഹി സഹ സഹായികളോടുകൂടി, ദൂരം അന്വേഷ്യ വളരെ ദൂരം അന്വേഷിച്ച് ചെന്നിട്ട്, ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം പശുക്കുലം അഭിവീക്ഷ്യ വഴിപിഴച്ചു പുൽക്കാട്ടിൽപ്പെട്ടു ഉഴലുന്ന പശുക്കളെ കണ്ടിട്ട്, ക്ഷിപ്രം പെട്ടെന്ന് തന്നെ, ആനേതും ത്വയി ആരാത് ഗതവതി തെളിച്ചുകൊണ്ട് വരുവാനായി കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് പശുക്കളുടെ അരികത്തേക്ക് അവിടുന്ന് പോയപ്പോൾ സർവതഃ ചുറ്റുപാടും അഗ്നിഹി ജജൃംഭേ കാട്ടുതീ പടർന്നു പിടിച്ചു. ഹീ ഹീ കഷ്ടം കഷ്ടം. നാലാമത്തെ ശ്ലോകം. സകലഹരിതിദീപ്തേ ഘോരഭാംഗാരഭീമേ ശിഖിനി വിഹതമാർഗാ അർദ്ധദഗ്ധാ ഇവാർത്താ അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. അർത്ഥം: ഘോരഭാംഗാരഭീമേ ക്രൂരമായ ഭാം ഭാം എന്നുള്ള ഒച്ച കൊണ്ട്, ശിഖിനി സകല ഹരിതി ഭയങ്കരമായിരിക്കുന്ന ജ്വാലകളോടുകൂടിയ തീയ്, ദീപ്തേ എല്ലാ ദിക്കും പടർന്നു പിടിച്ചപ്പോൾ, വിഹിതമാർഗാഹ വഴി കിട്ടാത്തവരായി, അർദ്ധദഗ്ധാഹ ഇവ ആർത്താഹ
പകുതി വെന്തതുപോലെ ആർത്തന്മാരായി. അഹഹ ഭുവനബന്ധോ, അയ്യോ ഭഗവാനേ, ഏവർക്കും ബന്ധുവായവനെ, പാഹി പാഹി ഇതി ഉക്ത്വാ സർവേ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏകം താപഹർത്താരം ത്വാം ശരണമുപഗതാഹ, ഒരേ ഒരു ദുഃഖവിനാശകനായ നിന്തിരുവടിയുടെ അടുത്തേക്ക് രക്ഷയ്ക്കായി ഓടിയെത്തി. അഞ്ചാമത്തെ ശ്ലോകം. അലമലമതിഭീത്യ സർവതോ മീലയധ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു ക്വനു തവ ദഹനോസൗ കുത്ര മുഞ്ചാടവീസാ സപതി വവൃതിരേതേ ഹന്ത പാണ്ഡീരദേശേ. അർത്ഥം: അതിഭീത്യ അലം അലം, അത്രയേറെ പേടിക്കേണ്ട, എങ്ങും നോക്കാതെ, സർവതഃ ദൃശം മീലയധ്വം, എങ്ങും നോക്കാതെ കണ്ണടയ്ക്കുവിൻ, ഇതി എന്ന്, തവ വാചാ തേഷു മീലിതാക്ഷേഷു, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് അവർ കണ്ണടച്ചപ്പോൾ, അസൗ ദവദഹനഃ ക്വനു സാ മുഞ്ചാടവി കുത്ര, ഭയങ്കരമായ കാട്ടുതീയ് എവിടെപ്പോയി, പുൽക്കാട് എവിടെപ്പോയി, തേ സപതി അവരെല്ലാം പെട്ടെന്നു തന്നെ, ഭാണ്ഡീരദേശേ വവൃതിരേ ഹന്ത, ഭാണ്ഡീരവനത്തിൽ എത്തിച്ചേർന്നു. ആശ്ചര്യം. ആറാമത്തെ ശ്ലോകം. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുതിഭിരുതിതഹാസോ ബദ്ധനാനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചര പാടലാദിപ്രസവനികരമാത്ര ഗ്രാഹ്യഘർമാനുഭാവേ. അർത്ഥം: ഹേ ഈശ, അല്ലയോ ഭഗവാനെ, ജയ ജയ, ജയിച്ചാലും ജയിച്ചാലും, തവ മായായിയം കാ, അങ്ങയുടെ മായ എത്രമാത്രം അദ്ഭുതകരം, ഇതി തേഷാം നുതിഭിഹി വിലാസഹത്വം, എന്നിങ്ങനെ ആ കുട്ടികളുടെ പ്രശംസ കേട്ട് ചിരിച്ചുകൊണ്ട് പല നേരം പോക്കുകളും, ഉദിതഹാസഹ പ്രയോഗിക്കുന്നവനായിട്ട്, ബദ്ധന അനാവിലാസഹത്വം നിന്തിരുവടി പാതിരി പാടലാതി മുതലായ പ്രസവനികരമാത്ര ഗ്രാഹ്യഘർമാനുഭാവേ വിപിനാന്തേ, മുതലായ മരങ്ങളുടെ പൂക്കളെക്കൊണ്ട് മാത്രം ഇത് വേനലാണെന്നറിയപ്പെടുന്ന വിപിനാന്തേ കാട്ടിൽ, വൃന്ദാവനത്തിൽ, പുനരപി പ്രാചര, പിന്നെയും പശുക്കളെ മേച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഏഴാമത്തെ ശ്ലോകം. ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്തഃ പങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ചദ്ഭൂരി തേജപ്രവാഹം തപസമയമനൈഷീർയാമുനേഷു സ്ഥലേഷു. അർത്ഥം: ത്വയി വിമുഖം ഇവ ഉച്ചൈഃ താപഭാരം വഹന്തം, അവിടുന്നിൽ നിന്ന് പിന്തിരിഞ്ഞവനെ പോലെ അത്യധികമായ താപത്തിൻ്റെ ചുമട് ചുമക്കുന്നതും, തവ ഭജനവത് അന്തഃ പങ്കം ഉച്ഛോഷയന്തം, അങ്ങയുടെ ഭജനം പോലെ അകത്തുള്ള പങ്കം മുഴുവനും വരട്ടിക്കളയുന്നതും, തവ ഭുജവത്, അങ്ങയുടെ തൃക്കയ്യു പോലെ, ഉദഞ്ചത് ഭൂരി തേജപ്രവാഹം, ഉജ്ജ്വലിക്കുന്ന തേജപ്രസരത്തോടു കൂടിയതുമായ, തവ സമയം ത്വം, വേനൽക്കാലം അവിടുന്ന്, യാമുനേഷു സ്ഥലേഷു അനൈഷീ, യമുനയുടെ തീരപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. എട്ടാമത്തെ ശ്ലോകം. തദനു ജലധജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർവികസതമലവിദ്യുത് പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷതാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീ. അർത്ഥം: തദനു, പിന്നീട്, ത്വം, അവിടുന്ന്, ത്വദ്വപുസ്തുല്യഭാഭിഃ,
അവിടുത്തെ ദേഹശോഭയോടു തുല്യമായ കാന്തിയും വികസത അമല വിദ്യുത് പീതവാസോ വിലാസൈഹി തെളിഞ്ഞു മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ട് പീതാംബരത്തിൻ്റെ ഭംഗിയും കലർന്ന ജലതജാലൈഹി മഴക്കാറുകൊണ്ട് സകല ഭുവനഭാജാം ഹർഷതാം എല്ലാവർക്കും സന്തോഷം നൽകുന്ന വർഷവേലാം വർഷക്കാലം ക്ഷിതിധര കുഹരേഷു പർവ്വതഗുഹകളിൽ സ്വൈരവാസി വ്യനൈഷി സ്വൈരമായി കളിച്ചുകൂടി. 9ാമത്തെ ശ്ലോകം. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുലനവകേകാകുഭിസ്തോത്രകാരീ സ്ഫുടകുടജഗദംബസ്തോമപുഷ്പാഞ്ജലിഞ്ച പ്രവിദധനുപേജേ ദേവഗോവർദ്ധനോസൗ. അർത്ഥം: ഹേ ദേവ, ലയോ ദേവ, അസൗ ഈ ഗോവർദ്ധന ഗിരീന്ദ്ര ഗോവർദ്ധനമെന്ന വൻ പർവ്വതം ശിഖികുലനവകേകാകുഭിസ്തോത്രകാരീ മയിലുകളുടെ ആഹ്ലാദസൂചകങ്ങളായ ഭംഗിയുള്ള ശബ്ദങ്ങളാൽ സ്തുതിച്ചും സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിം പ്രവിദധത് ച പൊട്ടിവിടരുന്ന കുടകപ്പാല, കടമ്പ് മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും കുഹരതലനിവിഷ്ടം ഗരിഷ്ടം ത്വാം അനുഭേജേ ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരുന്ന മഹാനുഭാവനായ നിന്തിരുവടിയെ ഉപചരിച്ചു. 10ാമത്തെ ശ്ലോകം. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലില പൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അർത്ഥം: അഥ ഉപേതാം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം താം ശരദം കാനനേഷു മാനയൻ. വർഷക്കാലം കഴിഞ്ഞപ്പോൾ വന്നെത്തിയ ഭക്തജനങ്ങളുടെ മനസ്സുപോലെ നിർമ്മലമായ വെള്ളമുള്ള ആ ശരൽക്കാലത്തെ കാടുതോറും നടന്ന് ആദരിക്കുന്നവനായിട്ട് അമലവനാന്തേ ഗാഹ തെളിവുറ്റ കാടുകളുടെ നടുക്ക് പൈക്കളെ തൃണം ചാരു സഞ്ചാരയൻ ത്വം ഭംഗിയായി പുല്ലുതീറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന അവിടുന്ന് ഹേ പവനപുരപതേ മേ ദേഹസൗഖ്യം ദേഹി ഗുരുവായൂരപ്പ എനിക്ക് ദേഹസൗഖ്യം തന്നരുളേണമേ. ഇത് ശ്രീമന്നാരായണീയത്തിലെ 58ാം ദശകമാണ്. ദശകത്തിൽ ആദ്യം കാട്ടുതീയിൽ നിന്നും ഗോപന്മാരെയും ഗോകുലങ്ങളെയും രക്ഷിച്ച കഥയും പിന്നീട് ഋതുവർണ്ണനവുമാണ് വിവരിച്ചിരിക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധം 19-20 അധ്യായങ്ങൾ ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിവരണം എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. ഭഗവാൻ ഗോപക്കുട്ടികളോടുകൂടി കളിയിൽ മുഴുകിയപ്പോൾ ബലരാമൻ പ്രലംബാസുരനെ കൊല്ലുന്നതിന് വേണ്ടി കുറേ സമയം താമസിച്ചപ്പോൾ പശുക്കൾ നാഥനില്ലാതെ ഇടയന്മാരില്ലാതെ മതിവരുവോളം യഥേഷ്ടം സഞ്ചരിച്ച് പുല്ലുമേഞ്ഞുകൊണ്ട് വളരെ ദൂരം പോയി ഐഷീകം എന്നു പേരായ ഒരു കാട്ടിൽ എത്തി. സുഖമെന്ന് വിചാരിച്ച് സംസാരത്തിൽ, അതായത് ജീവിതത്തിൽ സംഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ പ്രതീകമാണ് ഈ പശുക്കൾ. ഭാണ്ഡീരകം ഈ വൃന്ദാവനത്തിൽ ഉള്ളതാണ്. ഐഷീകം വൃന്ദാവനത്തിൽ നിന്നും പുറമേയുള്ളതും വെള്ളം പോലും കിട്ടാത്തതും അഗ്നിബാധയ്ക്ക് എളുപ്പമുള്ള പുല്ലുകൾ നിറഞ്ഞതും ആകുന്നു. അവിടെ പശുക്കൾ ചെന്നെത്തി. വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ചൂട് തട്ടാത്ത വൃന്ദാവനത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ഈ ഐഷീക വനത്തിൽ എത്തിച്ചേർന്ന ആ പശുക്കൾ ഭഗവാനെ വേർപിരിഞ്ഞതുകൊണ്ടുണ്ടായ വിഷാദം പൂണ്ട് ആവിയെടുക്കുന്ന വേനൽ ചൂട് തട്ടി കൂടിക്കൂടി വരുന്ന ദാഹം കൊണ്ട് തളർന്നുപോയി. അല്ലയോ ഭഗവാനെ, പിന്നീട് സഹായികളോടുകൂടി
വളരെ ദൂരം ഈ പശുക്കളെ അന്വേഷിച്ച് ചെന്നിട്ട് വഴി പിഴച്ച് പുൽക്കാട്ടിൽപ്പെട്ട് ഉഴലുന്ന പശുക്കളെ കണ്ടിട്ട് അവയെ ക്ഷണത്തിൽ തെളിച്ചു കൊണ്ടുവരുവാനായി കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് പശുക്കളുടെ അരികത്തേക്ക് അവിടുന്ന് പോയപ്പോൾ ഗോപകുമാരന്മാരുടെ ചുറ്റും കാട്ടുതീ പടർന്നു പിടിച്ചു. കഷ്ടം കഷ്ടം. ക്രൂരമായ ഭാം ഭാം എന്നുള്ള ഒച്ച കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ജ്വാലകളോട് കൂടിയ തീയ് എല്ലാ ദിക്കും പടർന്നു പിടിച്ചപ്പോൾ വഴി കിട്ടാത്തവരായി പകുതി വെന്തതുപോലെ ദുഃഖിതരായി അയ്യയ്യോ ഭഗവാനെ, ഇവർക്കും ബന്ധുവായവനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരേ ഒരു ദുഃഖവിനാശകനായ ഭഗവാന്റെ അടുത്തേക്ക് രക്ഷയ്ക്കായി ഓടിയെത്തി. അപ്പോൾ ഭഗവാനാകട്ടെ അത്ര പേടിക്കണ്ട, എങ്ങും നോക്കാതെ കണ്ണടയ്ക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ വാക്ക് കേട്ട് ആ ഗോപന്മാർ കണ്ണടച്ചപ്പോൾ ഭഗവാൻ അവരെ കാട്ടുതീയിൽ നിന്നും പുൽക്കാട്ടിൽ നിന്നും വിടർത്തിയെടുത്ത് യാത്രാക്ലേശം തട്ടാതെ ഗോപകിശോരന്മാരെയും ഗോക്കളെയും ഭഗവാൻ പരിചിതവും പ്രിയങ്കരവുമായ ഭാണ്ഡീരവനത്തിൽ എത്തിച്ചു. ഭക്തവാത്സല്യവും ഭഗവാന്റെ യോഗശക്തിയും ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഭഗവാനെ, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും അങ്ങയുടേത് എന്തൊരു മായ തന്നെ എന്നിങ്ങനെ ആ കുട്ടികളുടെ പ്രശംസ കേട്ട് ചിരിച്ചുകൊണ്ട് പല നേരം പോക്കുകളും പ്രയോഗിക്കുന്നവനായിട്ട് ഭഗവാൻ പാതിരി മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് മാത്രം ഇത് വേനലാണെന്നറിയപ്പെടുന്ന കാട്ടിൽ വൃന്ദാവനത്തിൽ പിന്നെയും പശുക്കളെ മേച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഭഗവാനിൽ നിന്നും പിന്തിരിഞ്ഞവനെ പോലെ അത്യധികമായ താപത്തിൻ്റെ ചുമടെടുക്കുന്നതും ഭഗവാന്റെ ഭജനം പോലെ അകത്തുള്ള അഴുക്കു മുഴുവനും വരട്ടിക്കളയുന്നതും അവിടുത്തെ ഭഗവാന്റെ തൃക്കയ്യു പോലെ ഉജ്ജ്വലിക്കുന്ന തേജപ്രസരത്തോടു കൂടിയതുമായ വേനൽക്കാലം മുഴുവനും അവിടുന്ന് യമുനയുടെ തീരപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. പിന്നീട് ഭഗവാന്റെ ദേഹശോഭയോട് തുല്യമായ കാന്തിയും തെളിഞ്ഞു മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ട് പീതാംബരത്തിൻ്റെ ഭംഗിയും കലർന്ന മഴക്കാറുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വർഷക്കാലം പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിച്ചുകൂട്ടി. അല്ലയോ ദേവ, ഈ ഗോവർദ്ധനം എന്ന വൻ പർവ്വതം മയിലുകളുടെ ആഹ്ലാദ സൂചകങ്ങളായ ഭംഗിയുള്ള ശബ്ദങ്ങളാൽ സ്തുതിച്ചും പൊട്ടിവിടരുന്ന കുടകപ്പാല, കടമ്പ് മുതലായ മരങ്ങളുടെ പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരുന്ന മഹാനുഭാവനായ നിന്തിരുവടിയെ ഉപചരിച്ചു. വർഷക്കാലം കഴിഞ്ഞപ്പോൾ വന്നെത്തിയ ഭക്തജനങ്ങളുടെ മനസ്സുപോലെ നിർമ്മലമായ വെള്ളമുള്ള ആ ശരത്കാലത്തെ കാടുതോറും നടന്ന് ആദരിക്കുന്നവനായിട്ട് തെളിവുറ്റ കാടുകളുടെ നടുക്ക് പൈക്കളെ ഭംഗിയായി പുല്ലുതീറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഭഗവാനെ, എനിക്ക് ദേഹസൗഖ്യം തന്നരുളേണമേ.